കൊയിലാണ്ടിക്ക് കൈ കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ. പ്രചരണ തിരക്കിലാണ് അദ്ദേഹം ഇപ്പോൾ. എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ? വളരെ നന്നായി പോകുന്നു. നല്ല പ്രചരണം, നല്ല റെസ്പോൺസ് പബ്ലിക്കിന് കിട്ടുന്നു. അതിനേക്കാളൊക്കെ ഉപരി UDF വലിയ സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇടതിനോടുള്ള ചായ്വാണ് ഇപ്പോൾ ഉള്ളത്. അതൊന്ന് മാറ്റി കൈ കൊടുക്കുന്നുള്ള പ്രതീക്ഷയുണ്ടോ? ആ ചായ്വെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എത്രയോ വെള്ളം ഭാരതപ്പുഴ ഒഴുകിപ്പോയി. ലോക്കൽ ബോഡി ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും വലിയ ലീഡാണ് ഇവിടെ UDF ഉള്ളത്. ആ ലീഡ് ഇത്തവണയും ശക്തമായി നിലനിർത്തും. പുറത്തുനിന്നുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയുണ്ട് കൊയിലാണ്ടിയിൽ തന്നെ പ്രചരണം ശക്തമാക്കുമ്പോൾ? ഞാനീ നാട്ടുകാരാണല്ലോ, എനിക്കിവിടെ ഒരു മുഖവരുടെ ആവശ്യമില്ല. എൻ്റെ ബാല്യകാലങ്ങൾ ഇവിടെയായിരുന്നു. ബാല്യവും കൗമാരവും കടന്നത് ഇവിടെയാണ്. പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ആദ്യാക്ഷരം കുറിച്ച മണ്ണും എനിക്ക് കൊയിലാണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കൊയിലാണ്ടിയിൽ എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു കൊയിലാണ്ടിക്കാരനെ മനസ്സാ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൊയിലാണ്ടിക്കാർ സ്വീകരിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കൊയിലാണ്ടിക്ക് UDF വരുമ്പോൾ എന്തൊക്കെയാണ് വാഗ്ദാനങ്ങളായി നൽകാൻ ഉദ്ദേശിക്കുന്നത്? വലിയൊരു പ്രകടന പത്രിക. കഴിഞ്ഞ 20 വർഷക്കാലമായി കൊയിലാണ്ടി ഉറങ്ങുകയാണ്. 20 വർഷക്കാലമായി കൊയിലാണ്ടി തളർന്നു കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന കൊയിലാണ്ടിയെ ഉണർത്തും. തളർന്നു കിടക്കുന്ന കൊയിലാണ്ടിയെ വികസനത്തിൻ്റെ പാന്താവിലേക്ക് കൈപിടിച്ചു വന്നു സമസ്ത മേഖല. ആ പ്രകടന പത്രിക എല്ലാം ഉണ്ട്. തീരദേശ, കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിലെ സമഗ്ര വികസനമാണ് കൊയിലാണ്ടിക്കാരുടെ സ്വപ്നം. ആ സ്വപ്നത്തോടൊപ്പമാണ് UDF. ഈ ലോക്സഭയിലെ മികച്ച വിജയം ഇത്തവണ നിയമസഭയിൽ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ അതിലും കൂടുതൽ വിജയം ഉണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? നിയമസഭയിലും ലോക്കൽ ബോഡിയിലും മികച്ച വിജയമാണ്. ആ വിജയം ആവർത്തിക്കും. ഇത്തവണത്തെ UDFൻ്റെ ഭൂരിപക്ഷം കൊയിലാണ്ടിയിൽ വിസ്മയകരമായിരിക്കും. ഇത്തവണ കൊയിലാണ്ടി UDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് പ്രവീൺ കുമാർ പറയുന്നത്. ക്യാമറമാൻ അനുരാഗിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്.